Hello children, welcome to Hindi class. ഇന്നത്തെ ക്ലാസ്സിൽ മഹത്വ സുലേഖ ചാപ്റ്റർ 2 ആണ് പഠിപ്പിക്കുന്നത്. അച്ചി ലേഖാവട്ട് ശിക്ഷാക്ക ഏക ആവശ്യക് അംഗ് ഹേ. എഡ്യൂക്കേഷനിൽ ഗുഡ് ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചിത്രയും ജയയും കൂട്ടുകാരികളാണ്. ഇവരുടെ സംഭാഷണത്തിലൂടെ ഗുഡ് ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജയ और ചിത്ര സഹേലിയാ ഹേ. ജയയും ചിത്രയും കൂട്ടുകാരികളാണ്. ദോനോം ഏക് ഹി സ്കൂൾ മേം പഠിത്തി ഹേ. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ജയ കോ ലിഖന പസന്ത് ഹേ ആ ചിത്ര കോ പഠന. ജയ്ക്ക് എഴുതാനാണ് ഇഷ്ടം, ചിത്രയ്ക്ക് വായിക്കാനും. ഒരു ദിവസം ജയ ചിത്രയോട് പറഞ്ഞു, ചിത്ര ചലോ സുലേഖ് ലിഖത്തെ ഹേ. ചിത്ര, നമുക്ക് സുലേഖ എഴുതാം. സുലേഖ് ക്യാ ഹോത്താ ഹേ? ചിത്രനെ പൂച്ച. ചിത്ര ജയോട് ചോദിച്ചു, എന്താണ് സുലേഖ്? ജബ് ഹം അക്ഷരോं को धीरे धीरे सुंदर बनाकर लेते हैं तब उसे सुलेഖ कहते हैं, ജയാനെ കഹ. എപ്പോഴാണ് നമ്മൾ അക്ഷരങ്ങളെ വളരെ സുന്ദരമായി പതുക്കെ എഴുതുന്നത്, ആ അക്ഷരത്തിനെയാണ് സുലേഖ് എന്ന് പറയുന്നത്. ഇത് കേട്ട് ചിത്ര പറഞ്ഞു, ലേക്കിൻ മുझे लिखना अच्छा नहीं लगता है और सुंदर लिखावट होने से क्या होता है. ചിത്ര പറഞ്ഞു, എനിക്ക് എഴുതാനേ താല്പര്യമില്ല, സുന്ദരമായി എഴുതിക്കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? ചിത്രയുടെ ചോദ്യം കേട്ട് ജയ പറഞ്ഞു, സുന്ദർ ലിഖാവട്ട് കെ കൈ ലാഭ് ഹേ. മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ധാരാളം ബെനിഫിറ്റ് ഉണ്ട്. യദി ദോ ഛാത്ര കിസി പ്രശ്ന കാ ഏക് ജൈസ ഉത്തർ ദേത്തെ ഹേ തോ അച്ഛി ലിഖാവട്ട് വാലെ ഛാത്ര കോ അധിക അങ്ക് മിൽത്തെ ഹേ. രണ്ട് വിദ്യാർത്ഥികൾ ഒരു ചോദ്യത്തിന് ഉത്തരം ഒരേപോലെ എഴുതി കഴിഞ്ഞാൽ അതിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടിക്കാണ് കൂടുതൽ മാർക്ക്. അത് നിനക്കറിയാവോ? ठीक है, मैं बाद में लिख लूँगी, चित्रा ने कहा. അപ്പോൾ ചിത്ര പറഞ്ഞു, ശരി, ഞാൻ പിന്നെ എഴുതാം. जया ने समझाया, सुलेख के लिए बचपन से ही अभ्यास करना चाहिए. जो बचपन में सुलेख लिखते हैं वे बड़े होकर जल्दी जल्दी भी लिखते हैं तो भी उनकी लिखावट खराब नहीं होती है. ജയ വീണ്ടും ചിത്രയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു, മനോഹരമായ ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടി കുട്ടിക്കാലം മുതലേ പ്രാക്ടീസ് ചെയ്യണം. ആരാണ് കുട്ടിക്കാലം മുതലേ സുലേഖ പ്രാക്ടീസ് ചെയ്യുന്നത്, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അവർ എത്ര സ്പീഡിൽ എഴുതിയാലും മോശമാകില്ല. सुलेख के महत्व के बारे में गांधी जी ने लिखा है, पढ़ाई में सुलेख की कोई आवश्यकता नहीं है. एक बात मेरे मन में न जाने कहाँ से आ गई थी. സുലേഖിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. പഠനത്തിൽ ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ആവശ്യകത ഇല്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ എവിടെ നിന്നോ വന്നു എന്ന് എനിക്കറിയില്ല. लेकिन जब मैंने दक्षिण अफ्रीका के वकीलों और पढ़े लिखे नवयुवकों के मोती जैसे अक्षर देखे तो बहुत शर्मिंदा हुआ. उसके बाद मैंने अपनी लिखावट सुधारने की बहुत कोशिश की, लेकिन पगे खड़े पर कहाँ मिट्टी चढ़ती है. പിന്നെ ഗാന്ധിജിക്ക് എഡ്യൂക്കേഷനിൽ ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയ സമയത്തായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ലോയേഴ്സിൻ്റെയും എഡ്യൂക്കേറ്റഡായ യുവാക്കളുടെയും ഒത്തുപോലുള്ള അക്ഷരം കണ്ടിട്ട് ഗാന്ധിജി സ്വയം ലജ്ജിച്ചു പോയി. അതിനുശേഷം സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് മനോഹരമാക്കാൻ ഗാന്ധിജി ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മനോഹരമാക്കാൻ കുട്ടിക്കാലം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമായിരിക്കുകയുള്ളൂ. अच्छी लिखावट शिक्षा का एक आवश्यक अंग है. चित्रा ने कहा, समझ गई, पर मैं अपनी लिखावट अच्छी कैसे बनाऊँ. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ്. ജയ പറയുന്നതെല്ലാം ശ്രദ്ധയോട് കേട്ട് നിന്നിട്ട് ചിത്ര പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ബെറ്ററാക്കും. ജയാനെ കഹ, സുലേഖ കെ കുച്ച് നിയം ഹേ ജിൻകാ അനുകരൺ കർ തും അപ്നി ലിഖാവട്ട് അച്ചി കർ സക്തി ഹോ. ഇത് കേട്ട് ജയ പറഞ്ഞു, സുലേഖ എഴുതാൻ കുറച്ച് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ നീ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിനക്ക് ബെറ്ററാക്കാൻ സാധിക്കും. സുലേഖ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. लिखते समय ध्यान रखना, एक शब्द समाप्त होने पर तथा दूसरा शब्द लिखने से पहले कुछ स्थान छोड़ना. ഒരു വേർഡ് എഴുതിയതിന് ശേഷം രണ്ടാമത്തെ വേർഡ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ അതിനിടയിൽ ഒരു സ്പേസ് ഇടണം. രണ്ട് വേർഡുകൾക്കിടയിൽ സ്പേസ് ഇടണം. പ്രത്യേക പങ്ക്തി നിശ്ചിത സ്ഥാൻ സേ ശുരു കർണ, ഓരോ ലൈനും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് തുടങ്ങണം. പങ്ക്തിയോं के मध्य में कभी नहीं लिखना है, വരികൾക്കിടയിൽ എഴുതാൻ പാടില്ല. ഹിന്ദി के अक्षर रेखा के नीचे लिखना है, ഹിന്ദി അക്ഷരം വരയുടെ താഴെ എഴുതണം. അക്ഷർ के ऊपर शीट को रेखा सीधी और स्पष्ट लगाना है, അക്ഷരത്തിന് മുകളിലുള്ള രേഖ സ്ട്രെയിറ്റ് ആയിരിക്കുകയും സ്പഷ്ടമായിരിക്കുകയും വേണം.
മാത്രയും സ്പഷ്ട രൂപ സെ ദിഖായി ദേനി ചാഹിയെ. ഹിന്ദിയിൽ എഴുതുന്ന മാത്രകൾ സ്പഷ്ടമായിരിക്കണം. വാ യഹ് തോ ബഹുത് सरल है. चलो अब सुलेഖ का अभ्यास करते हैं. ചിത്ര ने कहा. സുലേഖിൻ്റെ റോൾസ് ജയിലിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചിത്ര പറഞ്ഞു, ഇത് വളരെ ഈസിയായ കാര്യമാണല്ലോ, നമുക്ക് സുലേഖ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചിത്രയ്ക്ക് എഴുതാനുള്ള മടി മാറുകയും അവൾ ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനും ആരംഭിച്ചു. കുട്ടികളെ, എഡ്യൂക്കേഷനിൽ ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മനോഹരമാക്കാൻ ശ്രമിക്കൂ. താങ്ക് യു. ഇന്നു മുതൽ എല്ലാവരും സുലേഖ പ്രാക്ടീസ് ചെയ്യില്ലേ?